ongoing thing. Hello friends and welcome to another class by Daily English Classroom. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു ദ നൈറ്റിംഗെയിൽ ആൻഡ് ദി റോസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. നൈറ്റിംഗെയിൽ ആൻഡ് ദി റോസ്. Here is the first question. Why does the young man think that his life is wretched? Wretched means unhappy and unfortunate. Why did he think like that? And we know the answer, that his sweetheart demanded a red rose and he was not able to give a red rose because this is not the season of the red roses. So let's write the answer like this. The young man had good knowledge and wisdom. Still, he was unhappy because his sweetheart had asked him to bring a red rose. There were no red roses in his garden, so he thinks that his life is wretched. ഈ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും അറിവ് നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം ഒരു റെഡ് റോസ് ആണ്. പക്ഷേ എവിടെയും റെഡ് റോസ് കിട്ടാനില്ല. കാരണം ദിസ് ഈസ് നോട്ട് ദ സീസൺ ഓഫ് റെഡ് റോസസ്. സോ ഹി തിങ്സ് ദാറ്റ് ലൈഫ് ഈസ് wretched. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ജീവിതം വളരെ അർത്ഥശൂന്യമാണ്, അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്. Second question, how does the nightingale describe the young student? ഈ യങ് സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് നൈറ്റിംഗേൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? He is described as having hair as dark as the hyacinth. Hyacinth is a type of flower, dark in color. So his hair was dark as the hyacinth. Lips are as red as a rose, but his face is pale like ivory. And it is filled with sadness. മുഖം മാത്രം വളരെ വെളുത്ത് ഇരിക്കുന്നു. ചുണ്ടുകളൊക്കെ നല്ല ചുവന്ന നിറത്തിലാണ്. മുടി നല്ല ഡാർക്കായിട്ടുള്ള മുടിയാണ്. Question number 3. Why does the nightingale think that the student is a true lover? ഈ വിദ്യാർത്ഥി ഒരു യഥാർത്ഥ ലവറാണ് എന്ന് നൈറ്റിംഗേലിന് തോന്നിയത് എന്തുകൊണ്ടാണ്? When the student failed to get the rose, he became very sad and started crying. The nightingale was watching all this and concluded that the student was a true lover. തനിക്ക് ആ പൂവ് കിട്ടാതെ വന്നപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ കരയുന്നത് കണ്ടപ്പോഴാണ് വാനമ്പാടിക്ക് മനസ്സിലായത് ഇവൻ്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ് എന്ന്. The fourth question is, the lizard says that it is ridiculous to weep. Do you agree with this statement and why? Do you think we have to weep whenever we come across such situations in our life? നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ കരയുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇതിൻ്റെ ആൻസർ എഴുതാം. യെസ്, ഐ അഗ്രി വിത്ത് ദ ലിസർഡ്. വൺ ഷുഡ് നോട്ട് ക്രൈ ഓവർ സിലി തിങ്സ്. വി ഹാവ് ടു ഫേസ് അൺഹാപ്പി സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ സന്തോഷകരമല്ലാത്ത കാര്യങ്ങളെയും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ കരയുകയല്ല ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ നേരിടുകയാണ് ചെയ്യേണ്ടത്. Question number 5. How does the author describe the flight of the nightingale? ഈ നൈറ്റിംഗേൽ പറന്നു പോകുന്നതിനെ എങ്ങനെയാണ് ഇവിടെ എഴുത്തുകാരൻ വിവരിച്ചിരിക്കുന്നത്? The nightingale spread its wings and soared high into the air. അതിൻ്റെ ചിറകുകൾ വിടർത്തി വളരെ ഉയരത്തിൽ പറന്നുപോയി. It passed through the grove like a shadow and sailed across the garden. ഒരു നിഴൽ പോലെ അത് ആ ഒരു തോട്ടത്തിൻ്റെ മുകളിലൂടെ പറന്നുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Question number 6. Was the third rose tree able to give a red rose to the nightingale? Why? മൂന്നാമത്തെ റോസ് ട്രീ ഒരു റെഡ് റോസ് കൊടുക്കാൻ അതിന് കഴിഞ്ഞോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? The answer is no, because the winter had chilled its veins. അതിൻ്റെ ഞരമ്പുകളെയൊക്കെ ഈ ഒരു തണുപ്പ് കാലം തളർത്തി കഴിഞ്ഞിട്ടുണ്ട്. The frost had nipped its buds. അതിൻ്റെ മൊട്ടുകളൊക്കെ നശിച്ചു പോയിരിക്കുന്നു. And the storm had broken its branches. അതിൻ്റെ ശാഖകളൊക്കെ ഒടിഞ്ഞു പോയിരിക്കുന്നു. So it had no red rose that year. അതുകൊണ്ട് അതിന് ഈ വർഷം ഇനി റെഡ് റോസുകളൊന്നും നൽകാൻ കഴിയില്ല എന്നാണ് നൈറ്റിംഗേലിന് കിട്ടിയ മറുപടി. Question number 7. How, according to the third rose tree, could the nightingale get a red rose?
എങ്ങനെയാണ് ഈ നൈറ്റിംഗേലിന് ഒരു റെഡ് റോസ് കിട്ടാൻ പിന്നെ സാധ്യതയുള്ളത്? അത് പറയാൻ ആദ്യം മടിച്ചെങ്കിലും പിന്നീട് പറയുന്നുണ്ട് എന്ത് ചെയ്താലാണ് റെഡ് റോസ് ലഭിക്കുക. The nightingale should press its breast against the thorns and sing the whole night. അതിൻ്റെ ഹൃദയം ഈ ഒരു മുള്ളിനോട് ചേർത്ത് വെച്ചുകൊണ്ട് പാട്ട് പാടുക രാത്രി മുഴുവൻ. Sing the whole night. Its life blood should flow into the veins of the rose tree. The blood of the nightingale should flow into the veins of the rose tree. Then only it can make a red rose. Number 8. Why did the nightingale think of sacrificing her life? The nightingale thought that love is the greatest thing in the world. The nightingale sings about true love. Now it finds a true lover. It also believes that the heart of a bird is nothing compared to the heart of a man. So she decided to make a red rose for the student even at the cost of its life. അതിൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഒരു യഥാർത്ഥ ലവറായ ഈ ഒരു സ്റ്റുഡൻറ്റിനെ സഹായിക്കണമെന്ന് നൈറ്റിംഗേൽ വിചാരിച്ചു. കാരണം നൈറ്റിംഗേൽ എപ്പോഴും യഥാർത്ഥ സ്നേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാട്ടുകാരിയാണ്. Question number 9. The nightingale thinks that the heart of a man is more valuable than that of a bird. Do you agree with the nightingale? Explain. അപ്പോൾ ഇവിടെ നൈറ്റിംഗേൽ പറയുകയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ ഹൃദയത്തേക്കാൾ വിലപിടിപ്പുള്ളതാണെന്ന്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ രീതിയിൽ എഴുതാം. I don't agree with the nightingale. The heart of a man and heart of a bird are equally valuable. രണ്ടും വിലപിടിപ്പുള്ളത് തന്നെയാണ്. Man thinks that everything in nature is meant for him, but the fact is that man is not superior to any other living being on earth. മനുഷ്യൻ മറ്റൊരു ജീവിയേക്കാളും വലിയ ഒരാളൊന്നുമല്ല. എല്ലാ ജീവികൾക്കും അവരവരുടെ ജീവൻ പ്രധാനപ്പെട്ടതാണ്, വിലപിടിപ്പുള്ളതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയേണ്ടത്. Question number 10. What would happen if the nightingale did not press its breast closer against the thorn? തൻ്റെ ഹൃദയം ഈ മുള്ളിനോട് പരമാവധി ചേർത്ത് വെച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരമായിട്ട് ഇങ്ങനെ എഴുതാം. The rose tree cannot produce rose flower if the nightingale does not press its heart to the thorn. ഈ രീതിയിൽ ഹൃദയം മുള്ളിനോട് അടുപ്പിച്ച് വച്ചില്ലെങ്കിൽ അതിന് പൂക്കൾ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. Question number 11. How did the pain affect the nightingale's song? ഈ വേദന എങ്ങനെയാണ് നൈറ്റിംഗേലിൻ്റെ പാട്ടിനെ സ്വാധീനിച്ചത്? When the pain increased, the song became wilder. വേദന കൂടിയപ്പോൾ പാട്ടിൻ്റെ ശക്തിയും കൂടി വന്നു. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ റെഡ് റോസ് കമ്പയർഡ് ടു? റെഡ് റോസിനെ എന്തുമായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം. ദ റെഡ് ഫ്ലവർ ഈസ് കമ്പയർഡ് ടു ദ ഈസ്റ്റേൺ സ്കൈ. ഈസ്റ്റേൺ സ്കൈയുമായിട്ടാണ് ഇതിനെ ഇവിടെ താരതമ്യം ചെയ്യുന്നത്. 13ാമത്തെ ചോദ്യം. ഡിസ്ക്രൈബ് ദ ലാസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് ദ നൈറ്റിംഗേൽ. നൈറ്റിംഗേലിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഹർ വോയിസ് ഗ്രൂ ഫെയിൻറ്റർ. ശബ്ദം കുറഞ്ഞു വന്നു. ഹർ വിങ്സ് ബിഗാൻ ടു ബീറ്റ്. ചിറകുകൾ അടിക്കാൻ തുടങ്ങി. ആൻഡ് എ ഫിലിം കെയിം ഓവർ ഹർ ഐസ്. കണ്ണിൻ്റെ മുൻപിൽ ഒരു ഫിലിം പോലെ ഒരു മൂടൽ വന്നു. Her song grew fainter and she felt something choking in her throat. തൊണ്ടയിൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. She gave one last burst of music and died. അവസാനമായി ആ പാട്ട് പാടിക്കൊണ്ട് അത് മരിച്ചു വീണു. 14ാമത്തെ ചോദ്യം. Why didn't the professor's daughter accept the red rose? എന്തുകൊണ്ടാണ് പ്രൊഫസറുടെ മകൾ ഈ പൂക്കൾ സ്വീകരിക്കാതെ ഇരുന്നത്? She thought that it would not match with her dress. അവളുടെ വസ്ത്രവുമായി ചേരില്ല ഈ പൂവും പൂക്കളുടെ കളറും ഈ പ്രൊഫസറുടെ മകൾ ഉടുത്തിരിക്കുന്ന വസ്ത്രവുമായി ചേരില്ല, മാച്ച് ആവില്ല എന്നതുകൊണ്ടും. To her, wealth and possessions were more valuable than love. പണത്തിനും ആണ് അവൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത്. സ്നേഹത്തെക്കാളും വില നൽകിയത് പണത്തിനും സമ്പാദ്യത്തിനുമാണ്. അതുകൊണ്ട് ഈ പൂക്കൾ അവൾ സ്വീകരിച്ചില്ല. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. അപ്പോൾ ഇതിൽ ശരി ഉത്തരമുള്ള ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റോസ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് സെർച്ച്ഡ് ഫോർ? റെഡ്, യെല്ലോ, വൈറ്റ്, പിങ്ക്. അപ്പോൾ നമുക്കറിയാം ആൻസർ റെഡ് ആണ്.
Second question, what does the nightingale admire about the student? He is a good singer, he likes birds, he values love above everything, he wears really nice clothes. ഏതാണ് ഇതിൻ്റെ ഉത്തരം? He values love above everything else. അടുത്തത്, where does the student plan to present the rose to the girl? എവിടെ വെച്ചാണ് ഈ പ്രസൻറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? At her house, at school, at Princess Ball, at the football game. ശരിയായ ഉത്തരം at the Princess Ball. നാലാമത്തെ ചോദ്യം, why couldn't the student find a red rose by himself? സ്വന്തമായി റെഡ് റോസ് കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? All the rose trees were dead. He was lazy. The tree refused to give any of its roses. The red rose tree was withered in the winter. ശരിയായ ഉത്തരം the red rose tree was withered in the winter. അഞ്ചാമത്തെ ചോദ്യം, which of the following was not done by the nightingale to get the rose? ഇതിൽ നൈറ്റിംഗേൽ ചെയ്യാത്ത കാര്യം ഏതാണ്? She sang a beautiful song all night. She gave her blood to the tree. She yelled at the trees until they gave her a rose. She searched all the rose trees in the garden. ഇതിൽ ചെയ്യാത്ത കാര്യം മരങ്ങളോട് ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ്. She yelled at the trees until they gave her a rose. അപ്പോൾ ശരിയായ ഉത്തരം അതാണ്. ആറാമത്തെ ചോദ്യം, why did the professor's daughter reject the flower? It was not beautiful. She liked yellow rose better. She was sad about the death of the nightingale. Money and jewels were more important for her than love. അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം മണി ആൻഡ് ജുവൽസ് വെയർ മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹർ ദാൻ ലവ്. സ്നേഹത്തെക്കാളും പ്രാധാന്യം നൽകിയത് ആഭരണങ്ങൾക്കും പണങ്ങൾക്കും ആണ്. അതുകൊണ്ടാണ് ഇവിടെ പൂക്കൾ സ്വീകരിക്കാതെ ഇരുന്നത്.